പാണക്കാട്ടിൽ നിന്നൊരു പ്രഖ്യാപനം വരുന്നു. MSF സംസ്ഥാന പ്രസിഡന്റ് പദം PK നവാസ് ഏറ്റെടുക്കുന്നു. പിന്നീട് നടന്നതത്രയും ചരിത്രമാണ്. കൂലിയെഴുത്തുകാരും മാധ്യമങ്ങളും നിരന്തരം വേണ്ടിയാണെപ്പോഴും PK നവാസ് ഇച്ഛാശക്തിയുള്ള നേതാവായി വളർന്നു. പ്രതിസന്ധികളിലെ പേമാരിയിൽ വന്നപ്പോഴും നെഞ്ചുവിരിച്ചു നിന്ന ദീക്ഷണശാലിയായ നേതാവ് വൈകാതെ പ്രവർത്തകരിലേക്ക് തീജ്വാലയായി പടർന്നു പിടിച്ചു. സകലതും സ്തംഭിച്ച കോവിഡ് കാലത്തും MSFനെ ലൈവാക്കി. ആക്ഷേപകരുടെയും വിമർശകരുടെയും പിന്നിൽ പോയി സമയം കളയാതെ ചെയ്തു തീർക്കേണ്ട കർത്തവ്യത്തിൽ വ്യാപൃതനായ നവാസും ടീമും പാണക്കാട്ടെ ഹാദിയ സെന്ററിൽ ഒന്നിച്ചിരുന്നു. പിന്നീട് ഇടവേളകളില്ലാതെ ചരിത്രങ്ങൾ, ക്യാമ്പസുകളിൽ വിജയങ്ങളുടെ പെൺമത തീർത്ത UUCമാരെ വാർത്തെടുത്ത കാലിക്കറ്റ് സർവകലാശാല സെനറ്റിൽ ചരിത്രത്തിലാദ്യമായി 4 വിദ്യാർത്ഥി പ്രതിനിധികൾ. ചരിത്രവും കാലികവും കൃത്യമായി വായനക്കാരിലേക്ക് കൈമാറാൻ മിഡ് പോയിന്റ്. ചരിത്രത്തിൽ 2 കോടിയും പിന്നീട് 3 കോടിയും വിദ്യാഭ്യാസ പദ്ധതിയുമായി ഹബീബ് എഡ്യൂക്കെയർ പദ്ധതി. 1700-ലധികം യൂണിറ്റ്, പഞ്ചായത്ത്, മണ്ഡലം, ജില്ലാ കമ്മിറ്റികളുടെ രൂപീകരണം, 10,000-ഓളം ചിത്രശലഭങ്ങളെ അണിനിരത്തി കുരുന്നുകളുടെ ചരിത്ര സംഘമായ ബാലകേരളം. യൂണിറ്റ് തലം മുതൽ മലബാർ ദക്ഷിണ മേഖല എന്ന രീതിയിൽ 14 ജില്ലകളിലേക്കും പടർന്ന് വ്യത്യസ്ത പരിപാടികളുമായി സംസ്ഥാന തലം വരെയുള്ള വേര് ക്യാമ്പയിൻ. 10,000-ത്തിലധികം രജിസ്റ്റർ ചെയ്യപ്പെട്ട പ്രതിനിധികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വേര് സമാപിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ലീഗൽ ഫെഡറൽ മതനിരാസത്തിനുള്ള വേരൂന്നിയ ക്യാമ്പയിൻ, സമര പോരാട്ടങ്ങൾ, സർഗാത്മക സംഗമങ്ങൾ എല്ലാം കൊണ്ട് ചരിത്രം ക്രിയേറ്റ് ചെയ്ത കാലഘട്ടത്തിനെ നയിച്ച MSFന്റെ പടനായകൻ PK നവാസ് സാഹിബ്.